ചങ്ങായിമാർ ഇന്നലെ രാത്രി ഉണ്ടല്ലോ അടിപൊളി കോമഡി ആണെന്ന്. നമ്മളെ വിസർജന ടീമിലെ വർഗീയവാദി ശ്യാംബാബുല്ലേ, മൂപ്പർ നമ്മൾ അൻസാരി ഉസ്താദിനെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞു. പിന്നെ ഇവന്മാർ മാപ്പ് പറഞ്ഞത് ഇവരുടെ സഹജമായ കാര്യമായതുകൊണ്ട് ആ മാപ്പ് പറയില് വലിയ അത്ഭുതമൊന്നും ഇല്ല കേട്ടാ. സംഭവം എന്താ വെച്ചാൽ നമ്മളെ കാസർഗോഡ് RSR മരിച്ചിട്ട് RSR തിരിഞ്ഞു നോക്കാത്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ ചാണക സംഖ്യ ശ്യാംബാബു ഉണ്ടല്ല, ആ മൃതദേഹം കൊണ്ടുവന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണെന്ന് തട്ടിവിട്ടിരുന്നല്ലോ. പക്ഷെ ആ പച്ചക്കള നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ തകർത്ത് കൈ കൊടുത്ത് അതോടെ നാണം കെട്ട് നാറിപ്പോയ നമ്മൾ ഈ ശ്യാംബാബു ഉണ്ടല്ല, അതിന് വേണ്ടിയിട്ടാണ് ഉസ്താദിനോട് മാപ്പ് പറയാൻ വന്നത്. മാപ്പ് പറയുമ്പോഴല്ല നമ്മളെ ശ്യാംബാബു ഉണ്ടല്ലോ നല്ലൊരു നന്മമരം കളിയും കൂടി ആ വീഡിയോ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അൻസാരി ഉസ്താദ് ആ വീഡിയോയിലുണ്ടല്ല ഈ നന്മമരം ശ്യാംബാബുന ഒന്ന് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ നമ്മൾ ഈ ചാണക സംഖ്യ ശ്യാംബാബു ഉണ്ടല്ല അൻസാരി ഉസ്താദിനെ വിളിച്ച് പറഞ്ഞ മാപ്പും ഉസ്താദ് ഈ ചങ്ങയ്ക്കെടുത്ത ഒരു ക്ലാസ് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. ഹലോ നമസ്കാരം ഉസ്താദെ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പോ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ജനൻ ടിവിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, മുത്തേ ഒന്നും വിചാരിക്കരുതേട്ടാ മുത്തേ. ഇല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. അല്ല, ആ ഒരു പോയിന്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അയ്യോ ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, അനിൽ നമ്പ്യാരെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ അനിൽ നമ്പ്യാരോട് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ അത്ഭുതം വന്നു. ഇവർന്നില്ല, ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിനപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നമ്മൾ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അനിൽ നമ്പ്യാരുടെ വർത്താനം 4 മിനിറ്റ് സംസാരിക്കാൻ അന്തം വിട്ടു പോയി. കാരണം ഇവരൊക്കെ മുസ്ലിങ്ങളുമായി ഭയങ്കര, നമ്മുടെ ഈ കൃഷ്ണകുമാർ സാറല്ലേ മറ്റേ കൊല്ലത്ത, കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷിഹാബ് തൃശ്ശൂർ എന്ന് പറയുന്ന വലിയ ബിസിനസ്സാരനാണ്. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള യാത്രയുടെ ഒക്കെ വീട് എനിക്ക് കാണിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഈ മനുഷ്യൻ? പിന്നെ രഹസ്യമായിട്ട് വിളിക്കുന്ന ബിജെപിക്കാരും ആർ ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. കാരണം നമ്മളെല്ലാം അന്തർലീനമായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വഴിയിൽ വെച്ച് ഒരു സംഘപരിവാരനെ ആക്രമിച്ചാൽ ശ്യാമ വെറുതെ ഇരിക്കുമോ? എന്നെ അകാരണമായിട്ട് ആക്രമിച്ചാൽ നീ വെറുതെ ഇരിക്കുമോ? 100%. ഞാനൊരു മുസൽമാനാണെന്നുള്ളത് കൊണ്ട് നിനക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുമോ? ഒരിക്കലും. ഒരു പള്ളി കവാടത്തിൽ വെച്ച് ശ്യാമിനെ ആരെങ്കിലും കുത്തിപ്പിടിച്ച് ആക്രമിക്കുന്നത് കണ്ടാൽ ഞാൻ ഉണ്ടായിരിക്കുമോ? കാണുമോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല, മൃഗത്തിന് പോലും അതിൻ്റെതായ വികാരമുണ്ട്, ഇല്ലേ? സത്യം 100%. അതുകൊണ്ട് ശ്യാമ വിളിച്ചത് ഭയങ്കര സന്തോഷം. ഒന്ന് കെട്ടിപ്പിടിക്കണ്ട. ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് ഉസ്താദിനെ അയക്കാവേ. ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. എന്റെ അൻസാരി ഉസ്താദ്, നിങ്ങൾ ഇവന്മാർ നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ല ഒരു കഥയും പറഞ്ഞിട്ടില്ല. കാരണം ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഒരിക്കലും നന്നാവൂല. പിന്നെ ഇവനിപ്പൊ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞ് അൻസാരി ഉസ്താദിനെ സുഖിപ്പിച്ചിട്ടില്ലേ, അതിന്റെ ഉദ്ദേശം എന്താ മനസ്സിലായിനാ? ഉസ്താദ് ഇടക്കിടക്ക് വിസർജനത്തിന്റെയും ഈ ചാണക സംഖ്യനൊക്കെ വീഡിയോ എടുത്തിട്ട് നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവന്റെ ഐഡിയ എന്താ അറിയാം? ഉസ്താദായിട്ട് നല്ല ചങ്ങാത്തേ കഴിഞ്ഞില്ലേ, പിന്നെ ഉസ്താദ് ഉണ്ടല്ല ഇവന്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യില്ലല്ലോ, ഇവനെ കളിയാക്കലല്ലോ. അതാണ് ഇവന്റെ ഐഡിയ. അതിന് വേണ്ടിയിട്ടാണ് അൻസാരി ഉസ്താദായിട്ട് ഇവൻ ഈ മാപ്പ് പറഞ്ഞിട്ട് മെല്ലെ നല്ലൊരു സൗഹൃദത്തിൽ ശ്രമിക്കുന്നത്. എന്റെ ചാണക സംഖ്യ അതും പ്രതീക്ഷിച്ച് ഇന്നാദ്യട്ടാ നിന്നെ ഉസ്താദ് ഉണ്ടല്ല കണ്ടം വഴി ഓടിക്കും. വിസർജനത്തിൽ ഇരുന്നുകൊണ്ട് അലറിക്കൊണ്ട് മുസ്ലിം വർഗീയതയും പച്ചക്കള്ളും പറഞ്ഞ് ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഉസ്താദിനെ വിളിക്കുമ്പോ എന്ത് നിഷ്കളങ്കനായിട്ടാ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? പിന്നെ ഇവനുണ്ടല്ല മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോയിലുണ്ടല്ല മാപ്പിന്റെ കൂടെ ഉണ്ടല്ലോ ഇവൻ കുറെ പച്ചക്കള്ളം കൂടി കുത്തിക്കയറ്റുന്നുണ്ട്. പച്ചക്കള്ളം പറയുക എന്നുള്ളത് സംഘടന തറവാട് സ്വത്തായതുകൊണ്ട് ഇവര് പച്ചക്കള്ളം പറഞ്ഞല്ലേ യാതൊരു അത്ഭുതമില്ല. എന്തായാലും നമുക്ക് ഈ ചാണക സംഖ്യ ഉണ്ടല്ല മാപ്പ് പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ കാണാം. അതിന്റെ കൂടെ പറഞ്ഞ പച്ചക്കള്ളമില്ലേ, ആ പച്ചക്കള്ളത്തിനും നല്ല മറുപടി കൊടുക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം. എന്റെ പേര് ശ്യാം ബാബു കോറത്ത്. ഞാൻ ജനം ടിവിയുടെ സീനിയർ ന്യൂസ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ ദിവസം മീഞ്ച സ്വദേശിയായ നാരായണേട്ടൻ അദ്ദേഹത്തിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും വിവാദങ്ങളും ഒക്കെ കൊടുപ്പിരികൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക്, അതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ജനം ടിവിയുടെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇന്നലെ ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡിസ്കഷനായ റൈറ്റ് സൈഡിൽ ഈ വാർത്ത കൃത്യമായി തന്നെ പറഞ്ഞത്. അത് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ മുൻ RSS പ്രവർത്തകന്റെ ആരോരും നോക്കാനില്ലാതെ അനാഥമായി കിടന്ന ഒരു ഭൗതികദേഹം ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തക, ഒരു നേതാവ് ഏറ്റുവാങ്ങുന്നു, അത് സംസ്കരിക്കുന്നു എന്ന രീതിയിലേക്ക് കുറച്ച് നെഗറ്റീവുകൾ വന്നു. വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇതിൽ മറ്റൊരു ചിത്രം, നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, ഒരു PR വർക്ക് സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഏതൊരു മാധ്യമ പ്രവർത്തകനെ പോലെ എനിക്കും തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ ഒന്നുകൂടി കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിൽ
ഈ സേവാഭാരതിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ, എല്ലാവർക്കും അറിയാം, കാസർഗോട്ടുകാർക്ക് സുപരിചിതനായ രഘുവേട്ടൻ ആ കൂട്ടത്തിൽ, ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചിതയൊരുക്കിയതും ഇതിന്റെ പൂർണ്ണ ചെലവും വഹിച്ചത് ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് ഇർഫാനെയാണ് എന്ന രീതിയിലുള്ള ചില വാർത്തകൾ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നെറേറ്റീവിന്റെ ഭാഗമാണ്, ഇതൊരു PR വർക്കിന്റെ ഭാഗമാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും എനിക്കുമുണ്ടായി, എന്നിൽ മാധ്യമ പ്രവർത്തകர்களுണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ റൈറ്റ് സൈഡിൽ അങ്ങനെ ഒരു പരാമർശം എന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും ആ ആംബുലൻസ് അത് സേവാഭാരതിയുടെ ആണെന്ന്, സ്വാഭാവികം നമ്മൾ റിപ്പോർട്ടിനാണല്ലോ കാണുന്നത്, സേവാഭാരതിയുടേതാണ് എന്ന രീതിയിലും എനിക്ക് പറയേണ്ടി വന്നു. പിന്നീടാണ് ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മീഞ്ച സ്വദേശി നാരായണൻ എന്ന ആള് സംഘവുമായോ സംഘപ്രസ്ഥാനങ്ങളുമായോ യാതൊരു വിധത്തിലുള്ള ബന്ധമോ അടുപ്പമോ പുലർത്തിയിട്ടില്ല. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുവന്ന ആംബുലൻസ് സേവാഭാരതിയുടേതല്ല, ഇദ്ദേഹം ഒരു സംഘത്തിന്റെ സജീവ പ്രവർത്തകനുമായിരുന്നില്ല. എന്നാൽ ചിതയൊരുക്കിയതും സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്, രഘുവേട്ടൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും അതിൽ വലിയ രീതിയിൽ തന്നെ ഞാൻ ഹൃദയപൂർവ്വം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ എന്റെ നന്ദി തീർച്ചയായും പറയുകയാണ്. കാരണം തെറ്റ് പറ്റാത്ത മനുഷ്യരില്ലല്ലോ. മോനെ, തെറ്റ് പറ്റാത്തവരെ ആരുണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ല, നിങ്ങൾ സംഖ്യയിലുണ്ടല്ല, നിങ്ങൾ സംഖ്യക്ക് ഒരു തെറ്റും പറ്റൂല, പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരുണ്ടല്ല സമ്മതിക്കൂല. പിന്നെ നീ ഉണ്ടല്ല ഇതിലൊരു തെറ്റ് സമ്മതിച്ചില്ലേ, വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നീ ആ തെറ്റ് സമ്മതിച്ചിട്ടുണ്ടല്ല, അതിന്റെ കൂടെ കുറെ പച്ചക്കള്ളം ഉണ്ടല്ലോ, കുറെ പച്ചക്കള്ളം കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നീ ആകെ സമ്മതിച്ച തെറ്റെന്നറിയാ, ആ ആംബുലൻസ് ഉണ്ടല്ലോ അത് സേവാഭാരതിയുടെ അല്ലാന്ന് നീ സമ്മതിച്ചിട്ടുണ്ട്, അത് വളരെ നല്ല കാര്യം. പിന്നെ നീ വീഡിയോ പറഞ്ഞ ആദ്യത്തെ പച്ചക്കള്ളം എന്നറിയാം, നാരായണേട്ടനുണ്ടല്ല RS കാരനല്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പച്ചക്കള്ളം. അത് പച്ചക്കള്ളം ഞാൻ തെളിയിക്കുന്നറിയാം, നീ തന്നെ നിന്റെ വായ കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നാരായണനുണ്ടല്ല RS കാരനാണെന്ന്, നിന്റെ വായ കൊണ്ട് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ചാണക സംഖ്യയെ. നമുക്ക് ഈ ചാണക സംഖ്യയുടെ വായ കൊണ്ട് തന്നെ ആ മരണപ്പെട്ട നാരായണല്ലേ മൂപ്പർ RS കാരനാണെന്ന് പറയുന്നത് ഒന്ന് കേട്ടിട്ട് വന്നാലോ. കാസർഗോഡ് മീഞ്ച സ്വദേശിയായ RSS പ്രവർത്തകൻ നാരായണന്റെ ശവസംസ്കാരം വിവാദമാക്കിയതിൽ പ്രതിഷേധം ഇരമ്പുന്നു. ചെലവ് പൂർണ്ണമായും സേവാഭാരതിയാണ് നടത്തിയതും വഹിച്ചത്. എടാ ചാണക സംഖ്യ ശ്യാമേ, നീ ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കട്ടാ, രണ്ടു പണി നീ ഒരുമിച്ചെടുക്കല്ലാട്ടാ. പിന്നെ നീ അതിന്റെ കൂടി ഉണ്ടല്ലോ വേറൊരു കാര്യം കൂടി തട്ടിവിട്ട് ബാബുവാട്ടനും സേവാഭാരതിയും കൂടിയാണ് ആ ശവസംസ്കാരം ഉണ്ടല്ലോ ആ ശവസംസ്കാരം നടത്തിയത് എന്ന്. എന്റെ ചാണക സംഖ്യ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ ആ പറഞ്ഞ ബാബു എന്ന് പറഞ്ഞ ചങ്ങയുണ്ടല്ല, ആ ചങ്ങയുടെ കൂടെ ഒരു സേവാഭാരതിക്കാരനെ അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന ജോലി ഞാൻ ചെയ്യുക. അന്ന് അവിടെ ശവം സംസ്കരിക്കുന്നില്ല, നിങ്ങൾ ഈ പറഞ്ഞ ബാബു ഉണ്ടല്ല പൈസ വാങ്ങി ജോലി ചെയ്യുന്ന ബാബു, ആ ബാബു മാത്രമേ സേവാഭാരതിയുടെ ആളായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് സേവാഭാരതിയുടെ ആളായിട്ടല്ല ബാബു അവിടെ ഉണ്ടായിരുന്നത്, അയാളുണ്ടല്ല പൈസ വാങ്ങി ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടല്ല, മൊത്തം ആൾക്കാരുണ്ടല്ല മുസ്ലിങ്ങളായിരുന്നു, മുസൽമാന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന മുസൽമാന്മാരല്ലേ, അവരാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതിന്റെ വീഡിയോ ഒക്കെ പുറത്തായിട്ട് നിന്റെ ഒന്നും തലയിൽ അതൊന്നും കേറുന്നില്ലല്ലോ. പിന്നെ ആ ശവസംസ്കാരത്തിന്റെ ചെലവ് വഹിച്ചത് മൊത്തം ഉണ്ടല്ല ഇർഫാൻ ഇക്ബാലിന്റെ ട്രസ്റ്റ് ഇല്ലേ, ആ ട്രസ്റ്റ് ആണെന്നതിനും തെളിവ് മൊത്തം പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ വന്ന് പച്ച കള്ളം പറയാൻ വേണ്ടി കുറച്ച് ഉളുപ്പും നാണവും മാലില്ലാണ്ടായിപ്പോലോ ചാണക സംഖ്യക്ക്. നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഈ ചാണക സംഖ്യയുടെ സ്വഭാവം. ഒരു സ്ഥലത്തുണ്ടല്ലോ പോയിട്ട് മാപ്പ് പറയും, ആ മാപ്പ് പറഞ്ഞ് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ അപ്പൊ തന്നെ വീണ്ടും പച്ചക്കള്ളവും പറയും. അതാണ് ഈ ചാണക സംഖ്യയുടെ സ്വഭാവം. അതുകൊണ്ട് നീ ഇപ്പൊ ഉസ്താദിനെ വിളിച്ച് മാപ്പ് പറഞ്ഞപ്പോ കാണിച്ച നിഷ്കളങ്കത ഉണ്ടല്ലോ, അത് അത്ര നല്ല നിഷ്കളങ്കത അല്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാട്ടാ. പക്ഷെ എന്നിരുന്നാലും നിന്നെപ്പോഴത്തെ ചാണക സംഖ്യ പറഞ്ഞ പച്ചക്കള്ളം ഉണ്ടല്ലോ, ആ പച്ചക്കള്ളത്തിന് നിന്നെ കൊണ്ടൊക്കെ മാപ്പ് പറയിച്ചല്ലോ, അതുണ്ടല്ലോ അതാണ് നമ്മളെ വിജയം. അപ്പൊ ഉളുപ്പും നാണവും അല്ലാതെ മാപ്പ് പറഞ്ഞ ചാണക സംഖ്യ ശ്യാം ബാബുവിനും രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.